വെൽക്കം ടു ദ നെക്സ്റ്റ് എപ്പിസോഡ്, ദാറ്റ് ഈസ് പാർട്ട് 3. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പാർട്ട് 3യിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിലെ ആ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു തർക്കമുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് ഏക ദൈവമാണോ ത്രിയേക ദൈവമാണോ, ഏക ദൈവത്തിലാണോ ത്രിയേക ദൈവത്തിലാണോ നാം വിശ്വസിക്കേണ്ടത്. അപ്പോൾ പരമ്പരാഗത സഭകൾ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്, എന്നാൽ യഹൂദർ ഏക സത്യ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പരമ്പരാഗത സഭാ വിശ്വാസം ത്രിയേക ദൈവമാണ്, അതായത് പിതാവും പുത്രനും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവ് ദൈവവും ഉൾപ്പെടുന്ന ഹോളി ട്രിനിറ്റി. ഇതിൽ വേദപുസ്തകത്തിൻ്റെ പരാമർശം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നോക്കാം. 7-ാം അധ്യായം 9-ാം വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഞാൻ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അക്കാലത്തെ വലിയൊരു പ്രവാചകനായിരുന്നു. അതായത് ഇവരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പം നെബുക്കദ്നേസർ രാജാവിൻ്റെ കീഴിൽ രാജസദസ്സിൽ പ്രധാനമന്ത്രിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ ഒരു വലിയ പ്രവാചകനാണ് ദാനിയേൽ. എന്നും ദൈവത്തിന് ഇത്രയും പ്രിയങ്കരനായിരുന്നു ദാനിയേൽ. അബ്രഹാമിനെ പോലെ തന്നെ ദൈവത്തിന് ഇത്രയും പ്രിയങ്കരനായിരുന്നു ദാനിയേൽ. വിവാഹിതനായിരുന്നില്ല എന്നും യെരുശലേമിലേക്ക് നോക്കി. അവർ എക്സൈലിലാണല്ലോ, പ്രവാസത്തിലാണല്ലോ. എന്നും ബാബേലിൽ വെച്ച്, ബാബേൽ എന്ന് പറഞ്ഞാൽ ഇറാഖ് തന്നെയാണ്. അപ്പോൾ ബാബേലിൽ വെച്ചിട്ട് ബാബേലിൽ നിന്ന് യെരുശലേമിനെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ദാനിയേൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വെളിപാടുകൾ ഒത്തിരി ലഭിച്ച ആ ഒരു ദാനിയേൽ പിതാവായ ദൈവത്തെപ്പറ്റി എന്താണ് പറയുന്നത് നോക്കാം. വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരുപാട് 1000 പേര് അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേര് അവൻ്റെ മുമ്പാകെ നിന്നു. അങ്ങനെയൊക്കെ ന്യായവിസ്താര സഭ അവൻ്റെ മുമ്പിൽ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതാണ് പിതാവായ ദൈവത്തെ പറ്റി ദാനിയേൽ കണ്ട ദർശനം. ദാനിയേലിന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് വെളിപാട് പുസ്തകം യോഹന്നാൻ സ്ലീഹായിക്ക്, ശിഷ്യനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് കിട്ടിയത്. അതായത് പുതിയ നിയമത്തിലെ ദാനിയേലിൻ്റെ പുസ്തകം എന്നാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകം എന്നാണ് ദാനിയേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ദാനിയേലിൻ്റെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. കാര്യം രണ്ടിലും പറഞ്ഞിരിക്കുന്ന രണ്ടുപേർക്കും കിട്ടിയ ദർശനങ്ങൾ, രണ്ടുപേരും പിതാവായ ദൈവത്തിനെയും പുത്രനായ യേശുക്രിസ്തുവായ ദൈവത്തിനെയും പ്രിയങ്കരനായിരുന്നു. രണ്ടുപേർക്കും കിട്ടിയ ദർശനങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം മൃഗത്തെപ്പറ്റി, അതായത് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 666, അതായത് അന്ത്യകാലത്ത് വരുന്ന ആ ഒരു എതിർ ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. അത് മൃഗം എന്ന പേരിലും പറയുന്നുണ്ട്. ആ മൃഗത്തെപ്പറ്റി ഇവിടെയും പറയുന്നുണ്ട്. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ശേഷമുള്ള മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, സകല ആധിപത്യങ്ങളും മാറിപ്പോകും, ഭരണം യേശുക്രിസ്തുവിന് ലഭിക്കും. യേശുക്രിസ്തു ആ ഒരു ഭരണം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് പിതാവായ ദൈവത്തിൻ്റെ കാൽക്കീഴിൽ കീഴടങ്ങി നിൽക്കും എന്ന മട്ടിൽ പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട്. അപ്പം ഇനി കണ്ടോ, രാത്രി ദർശനങ്ങളിൽ 13-ാം വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു, അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. അപ്പോൾ പുത്രനായ യേശുക്രിസ്തുവായ ദൈവത്തെപ്പറ്റിയും പിതാവായ ദൈവത്തെപ്പറ്റിയും ഈ ദർശനത്തിൽ പറയുന്നുണ്ട്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബൈബിൾ വാക്യമാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. ഇനി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും പിതാവായ ദൈവത്തെ കണ്ടത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തെ കണ്ടതിനെപ്പറ്റി കൃത്യമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. അത് സറാഫിനെ പറ്റി, അതായത് പിതാവായ ദൈവത്തിൻ്റെ ചുറ്റും സറാഫുകൾ നിൽക്കുന്നതിനെപ്പറ്റി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ.
അപ്പോൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടുവന്ന ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് പുത്രനായ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ദാനിയേലിൻ്റെ 7:9 നമ്മൾ വായിച്ചു. ഇനിയും പറയാനുള്ളത് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തെ പറ്റിയും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പുത്രനായ യേശുക്രിസ്തുവായ ദൈവത്തെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് ശിഷ്യനായ യോഹന്നാൻ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാന് ലഭിച്ച ആ ഒരു ദൈവിക വെളിപാടാണ്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് പിതാവായ ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. 5-ാം അധ്യായത്തിൽ പുത്രനായ യേശുക്രിസ്തുവിനോട് പറ്റി പറയുന്നുണ്ട്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അപ്പം ആ മുദ്ര പൊട്ടിച്ച് ആ പുസ്തകം തുറക്കാൻ കഴിവുള്ള ആരെയും ഞാൻ കാണാത്തതിനാൽ ഞാൻ കരഞ്ഞു. അപ്പോൾ ഒരുവൻ എന്നോട് ഒന്ന് പറഞ്ഞു, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറക്കുവാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതാണ് യേശുക്രിസ്തുവിനെ പറ്റി പുത്രനായ യേശുക്രിസ്തുവിനെ പറ്റി യോഹന്നാൻ ശ്ലീഹായിക്കൊണ്ടായ വെളിപ്പാട്. അപ്പോൾ കൃത്യമായിട്ട് പിതാവായ ദൈവത്തെ പറ്റിയും പുത്രനായ യേശുക്രിസ്തുവായ ദൈവത്തെ പറ്റിയും പരിശുദ്ധാത്മാവായ ദൈവത്തെ പറ്റിയും വിശുദ്ധ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി പൗലോസ്, അപ്പോസ്തലനായ പൗലോസിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വെളിപാട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 15:20 പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മളീ പറഞ്ഞു വന്ന ആ ഒരു രക്ഷാകര പദ്ധതി എന്ന് പറഞ്ഞാൽ, സാത്താൻ്റെ ചതിയാൽ മരണം ഈ ലോകത്തിൽ വന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ ആ ഒരു മരണത്തെ ഈ ലോകത്തിൽ തോൽപ്പിച്ച് ഓടിച്ചു. അതാണ് പൗലോസ് ചോദിക്കുന്നത്, ഹേ മരണമേ നിൻ്റെ വിഷമങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ മൂലം മരണം ഉണ്ടാവുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തുവിനുള്ളവർ അവൻ അന്ന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം യേശുക്രിസ്തു വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണവും നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്ത പിതാവായ ദൈവം ഒഴികെ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, സ്പഷ്ടമായ കാര്യമാണ്. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ആ ഒരു ഹൈറാർക്കി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കിയ ഈ ഒരു പാർട്ട് 3-ൽ നമ്മൾ നോക്കിയത് യഹൂദൻ സത്യേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അവനെ അവർ ക്രൂശിൽ തറയ്ക്കാൻ റോമാക്കാരെ ഏൽപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ദൈവസഭ, പരമ്പരാഗത സഭ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറേ തെളിവുകളാണ് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കിയത്. ദാനിയേൽ 7:9, വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ, യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം, ഇനി 1 കൊരിന്ത്യർ, പൗലോസ് കൊരിന്ത്യർക്ക് അയച്ച 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 20-ാം വാക്യം.